ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. ഹൂ ഈസ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ? അതിൽ പങ്കെടുക്കുന്നത് ഒരു റിനോൺഡ് മോട്ടിവേഷൻ സ്പീക്കറും ഒരു ആർമി ഓഫീസറും. മോട്ടിവേഷൻ സ്പീക്കർ സംസാരം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ വാക്കുകളിലൂടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജനതയെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അദ്ദേഹം പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചും മൈൻഡ് സെറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഘോരമായി വാദിച്ചു. രണ്ടാമത്തെ ഊഴം ഒരു ആർമി ഓഫീസറുടെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുൻപ് സംസാരിച്ച മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞത് തികച്ചും ശരി തന്നെയാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മോട്ടിവേഷൻ കൂടിയേ തീരും. പക്ഷേ ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ വിജയിക്കാനാണെങ്കിൽ ഞങ്ങളുടെ പട്ടാളക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സർ പറയൂ, ഹൂ ഇസ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ? ഇത് കേട്ട സമയത്ത് മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആർമി ഓഫീസിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ വാക്കുകളിലൂടെ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ സാറിൻ്റെ വാക്കുകളിലൂടെ അവരുടെ സ്വപ്നങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. യു ആർ ദ ബെസ്റ്റ് മോട്ടിവേറ്റർ. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും നമ്മളുടെ വീടുകളിൽ സമാധാനപരമായി സന്തോഷപരമായി കിടന്നുറങ്ങുന്നത് ഒരു പറ്റം സൈനികർ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ്. ആ വിശ്വാസത്തിന് അവർ പകരം കൊടുക്കേണ്ടത് അവരുടെ സ്വന്തം ജീവൻ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ഇന്ത്യൻ ആർമിക്ക്. ടുഗദർ വി ക്യാൻ ക്രിയേറ്റ് എ സ്ട്രോങ് നേഷൻ. ജയ് ഹിന്ദ്.